ഖലീഫ ഉമറിൻ്റെ കാലത്ത് ഒരിക്കൽ മദീനയിലെത്തിയ ഒരു വിദേശ യുവാവ് ഒരു തർക്കത്തിൽ അബദ്ധവശാൽ ഒരു സ്വദേശിയുടെ മരണത്തിന് കാരണക്കാരനായി. കൊല്ലപ്പെട്ടയാളിൻ്റെ 2 മക്കളും പ്രതിക്ക് മാപ്പ് നൽകാൻ തയ്യാറാകാത്തതിനാൽ ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പ്രതിയുടെ അന്ത്യാഭിലാഷം അന്വേഷിച്ചതിൽ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് വരാൻ ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യുന്നതിന് ഒരു ആൾജാമ്യം ആവശ്യമായിരുന്നു. നബിശിഷ്യൻ അബൂദർ അതിന് സന്നദ്ധനായി. അങ്ങനെ ആ യുവാവ് തൻ്റെ നാട്ടിലേക്ക് പോയി. ഒരാഴ്ചയായിട്ടും പ്രതി തിരികെ എത്താത്തതിനാൽ അബൂദറിനെ വധശിക്ഷയ്ക്കായി തൂക്കുമരത്തിൽ കയറ്റി നിർത്തി. തൂക്കുകയർ അബൂദറിൻ്റെ കഴുത്തിലേക്കിട്ടതും ആ വിദേശ യുവാവ് ഓടിക്കിതച്ചെത്തി. "അരുത്, അദ്ദേഹത്തെ വധിക്കരുത്, ഞാൻ തിരികെ എത്തി." എല്ലാവരും സ്തബ്ധരായി. യുവാവ് കാര്യങ്ങൾ വിശദീകരിച്ചു. "കുഞ്ഞിന് സുഖമില്ലായിരുന്നു, അതാണ് വൈകിയത്." ഖലീഫ ഉമർ അബൂദറിനോട് ചോദിച്ചു, "എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ജാമ്യം നിന്നത്? ഈ യുവാവ് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു." അബൂദർ, "ഉറപ്പുണ്ടായിട്ടല്ല, ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യനെ വിശ്വസിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു." യുവാവിനോട് ഖലീഫ ചോദിച്ചു, "താങ്കൾ ആരെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല, പിന്നെന്തിനു മരണം സ്വീകരിക്കാൻ തിരികെ വന്നു?" യുവാവ് പറഞ്ഞു, "ഞാൻ ജീവിച്ചിരിക്കെ വിശ്വസിച്ച ആളെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാനും ആഗ്രഹിച്ചു." ഇതെല്ലാം കണ്ടുനിന്ന മരണപ്പെട്ട ആളുടെ മക്കൾ പറഞ്ഞു, "ഞങ്ങൾ പ്രതിക്ക് മാപ്പ് നൽകുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കെ പരസ്പരം ക്ഷമിക്കുന്നവരില്ല എന്ന അവസ്ഥ വരരുത് എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു." യഥാർത്ഥ മനുഷ്യത്വം എത്ര മഹനീയമാണ്! പരസ്പരം വിശ്വസിക്കുവാനും അതുപോലെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുവാനും മനുഷ്യത്വമുള്ളവർക്കേ കഴിയൂ. ഇന്ന് ആർക്കും ആരെയും വിശ്വാസമില്ല. കാരണം വിശ്വസിക്കുന്നവർ വഞ്ചിക്കപ്പെടുന്നു. എന്നാൽ താൻ വഞ്ചിക്കപ്പെട്ടാലും പരസ്പര വിശ്വാസം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ എത്ര ശ്രേഷ്ഠമാണ്! സാധാരണയായി നാം വഞ്ചിക്കപ്പെടുമ്പോൾ നമുക്ക് വലിയ വേദനയാണ്. എന്നാൽ വഞ്ചകനെയും വിശ്വസിക്കുവാൻ ഒരാളുണ്ട് എന്ന അവസ്ഥ എത്രയധികം ശ്രേഷ്ഠമാണ്! ഈ അവസ്ഥ സമൂഹത്തിന് അന്യമാകരുത്. അങ്ങനെ സംഭവിച്ചാൽ വഞ്ചകന്മാർക്ക് മാറ്റം സംഭവിക്കാൻ മറ്റു മാർഗമുണ്ടാവുകയില്ല. കുറ്റക്കാരനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുമ്പോൾ മാത്രമേ സാധ്യമാകൂ. നല്ലവരെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും പ്രയാസമില്ല. എന്നാൽ കുറ്റക്കാരെ സ്നേഹിക്കാൻ വിശ്വസിക്കാൻ ആർക്ക് കഴിയും? അത് യഥാർത്ഥ മനുഷ്യർക്ക് മാത്രമേ സാധ്യമാവൂ. അത് യഥാർത്ഥ ദൈവികതയുമാണ്.